മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം സഭയെ പ്രക്ഷുബ്ധമാക്കുകയാണ്. ഇന്ന് രാവിലെ ചേർന്ന സഖ്യയോഗത്തിലാണ് തന്ത്രപരമായി ഈ തീരുമാനമെടുത്തത്. അതേസമയം വോട്ടുകളുടെ വിഷയം ഉന്നയിച്ച പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. പ്രതിപക്ഷ നിരയിലെ എല്ലാ അംഗങ്ങളും സ്പീക്കറുടെ കസേരയ്ക്കടുത്ത് വരെ എത്തിയാണ് പ്രതിഷേധം നടത്തിയത്. എന്നാൽ തന്നെയും ചോദ്യോത്തരവേള മുടങ്ങാതെ കൊണ്ടുപോകാനാണ് സ്പീക്കർ ശ്രമിച്ചത്. എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് പ്രതിഷേധം അറിയിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ലോക്സഭയും 12 മണിവരെ നിർത്തിവെച്ചു എന്നാണ് അറിഞ്ഞത്. തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കോൺഗ്രസും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും ഉന്നയിച്ച വോട്ട് ചോറി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് സംബന്ധിച്ച ആരോപണങ്ങളെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നു. തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്നതിലെ ബുദ്ധിമുട്ടാണ് രാഹുൽ ഗാന്ധി പങ്കുവച്ചത് എന്നാണ് കമ്മീഷൻ പറഞ്ഞു വെച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൽ വോട്ടിംഗ് പ്രക്രിയക്ക് ഉറപ്പും നൽകി. സെപ്റ്റംബർ 1-ന് ശേഷം ബീഹാറിൽ നടത്തുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ കരട് പട്ടിക ഒരു പരാതിയും സ്വീകരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതിനെതിരെയാണ് പാർലമെന്റിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം നടുമുറ്റത്തേക്ക് ഇറങ്ങിയത്. BJP കാര്യാലയത്തിൽ നിന്നും എഴുതി തയ്യാറാക്കി നൽകിയ വെല്ലുവിളികളും ഭീഷണികളും മാത്രമാണ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രതിഫലിച്ചത്. അത് രാജ്യം കേട്ടതാണ്. വോട്ട് അട്ടിമറി, ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റകരമായ മൗനം പാലിച്ചു. തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ SIR നടപടികൾ ഇത്ര ധൃതി കാണിച്ചത് എന്തിന്? ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ മഹാരാഷ്ട്രയിൽ 70 ലക്ഷത്തിലധികം വോട്ടർമാരുടെ അപ്രതീക്ഷിത വർധനവ് എങ്ങനെ സംഭവിച്ചു? പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ 45 ദിവസത്തിന് ശേഷം നശിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് എന്തിന്? രാഹുൽ ഗാന്ധി നടത്തിയ വലിയ വെളിപ്പെടുത്തലിൽ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ട്? ഇലക്ട്രൽ റോളുകൾ പൊതുരേഖകളായിരിക്കവേ മെഷീൻ റീഡബിൾ ഇലക്ട്രൽ റോളുകൾ സ്വീകാര്യതയുടെ ലംഘനമായി ചിത്രീകരിക്കുന്നത് എങ്ങനെ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് അവർ ഈ അവസരം ഉപയോഗിച്ചത്. സഭയെ പിടിച്ചുകുലുക്കിയ ഇന്ത്യ സഖ്യത്തിന്റെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. अगर नौबत आती है, जरूरत पड़ती है डेमोक्रेटिक प्रोसेस में, पार्लियामेंट्री डेमोक्रेसी में जो भी हथकंडे हैं उसको अपनाने के लिए हम रेडी हैं। जो डेमोक्रेसी में जो भी हथकंडे हैं, जो भी वेपन्स हैं, जो भी हम इस्तेमाल कर सकते हैं, जो भी रूल्स के तहत इस्तेमाल कर सकते हैं वो इस्तेमाल करने रेडी होते हैं जरूरत पड़ी तो। जी कांग्रेस में चर्चा हुई है? नहीं, अभी कोई बात हुई नहीं है, लेकिन जरूरत पड़ी तो हम कुछ भी कर सकते हैं। नासिर हुसैन सर